അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ലോകത്തെ ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ്? ഈ ലോകത്ത് ഏറ്റവും മനോഹരമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞത് മറ്റാരുമല്ല, അല്ലാഹു റബ്ബുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ലോകത്തെ ഏറ്റവും നന്നായി പറഞ്ഞതൊരു മനുഷ്യനല്ല, ഒരു മൗലിദിന്റെ ഗ്രന്ഥമല്ല, ഒരു മാലയുടെ ഏടുമല്ല, ഒരു സ്വഹാബിയുമല്ല, ഒരു താബിഉമല്ല, ഒരു തബഉ താബിഉമല്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ലോകത്തെ ഏറ്റവും മനോഹരമായി പറഞ്ഞത് ലോകം സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്താണ് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയിട്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനവചസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയേ. പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ ഖുർആനികമായ വേദത്തിലൂടെ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയേ. ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും കാരുണ്യമാണ് നബിയേ. കാരുണ്യമായിട്ടല്ലാതെ അങ്ങയെ അയച്ചിട്ടില്ല നബിയേ. അങ്ങയുടെ സ്വഭാവമോ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അത്യുന്നതമായ സ്വഭാവ മഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മനുഷ്യരെക്കാളും മുഴുവൻ മത നേതാക്കളെക്കാളും ഏറ്റവും സുന്ദരമായ ഏറ്റവും സുരഭിലമായ മഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ പരിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നു. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഏറ്റവും വലിയ സ്വഭാവത്തിനുടമയാണ് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തൊരു മനുഷ്യനും പറഞ്ഞിട്ടില്ല ഇത്രയധികം വലിയ മദ്ഹ്. അത് പറഞ്ഞത് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ അല്ലാഹുവാണ് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. മാത്രമല്ല വീണ്ടും പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അങ്ങയുടെ സംസാരമോ അങ്ങയുടെ വായിൽ നിന്ന് വരുന്ന മധുരമുള്ള സംസാരമോ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. അങ്ങേക്ക് പരിശുദ്ധമായ വർത്തമാനങ്ങളല്ലാതെ അറിയിക്കപ്പെട്ടിട്ടില്ലല്ലോ നബിയേ. അങ്ങേക്ക് വഹിയല്ലാത്ത ഒന്നും വന്നിട്ടില്ലല്ലോ നബിയേ. എങ്കിലോ അങ്ങേക്ക് സന്ദേശമയക്കുന്നതാരാണ്? അല്ലമഹു ശദീദുൽ ഖുവാ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അത്യുന്നതമായൊരു മലക്ക്, ആ മലക്കിനെ സന്ദേശം അറിയിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. അങ്ങയുടെ പരിശുദ്ധമായ വഹയല്ലാത്ത വർത്തമാനം, അങ്ങയുടെ സംസാരം അല്ലാഹുവിൽ നിന്ന് ഏൽപ്പിക്കപ്പെട്ട പരിശുദ്ധമായ വഹയല്ലാത്തൊരു വർത്തമാനം അങ്ങിൽ നിന്ന് വരുന്നില്ലയോ. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പരിശുദ്ധമായ സംസാരങ്ങൾ മാത്രമാണ് നബിയെ അങ്ങയിൽ നിന്ന് വരുന്നത്. അതല്ലാത്ത മോശമായ ഒന്നും വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു.
പരിശുദ്ധമായ ഖുർആൻ മുത്തുനബിയുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ദിവസവും പതിവാക്കേണ്ട പരിശുദ്ധമായ ഖുർആൻ, മുഅ്ജിസത്തുകളിൽ ഹബീബിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ മുത്തുനബിയുടെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. വീണ്ടും സൂറത്തു തൗബയിലൂടെ പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. സൂറത്തു തൗബയിലൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിറുകൾ അടങ്ങിയ, രഹസ്യങ്ങൾ അടങ്ങിയ ആയത്താണ്. നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു ആയത്താണ്. ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഭക്ഷണം കാണുമ്പോൾ, ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ആരെങ്കിലും ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് പറയുന്ന ആയത്ത് ഓതി കഴിഞ്ഞാൽ തഫ്സീറിൽ വിശദീകരിച്ച് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, അവനിക്കൊരിക്കലും ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് സംഭവിക്കൂല, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, ഭക്ഷണത്തിൽ ബുദ്ധിമുട്ട് സംഭവിക്കുകയില്ല, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല. ഇത് പഠിക്കേണ്ട ആയത്ത് തന്നെയാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് തുടങ്ങുന്ന ഈ രണ്ടായത്ത് അത് നാം പഠിച്ചിരിക്കണം. എന്നിട്ടോ ആയത്തിന്റെ തഫ്സീറിൽ വീണ്ടും പറയുന്നു, മൻ സാഫറ ഫബ്തദഅ സഫറഹു, ഒരുത്തൻ യാത്ര പോയി, വീട്ടിൽ നിന്ന് കച്ചവടം ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി, ആ സമയത്ത് ഫഖത്തറസഹു ബിയദിഹിൽ യുംനാ, ആ യാത്ര തിരിക്കുന്ന സമയത്ത് അവന്റെ വലത് കൈകൊണ്ട് മൂർദാവിൽ തടവിയിട്ട് മൂർദാവിൽ പിടിച്ചുകൊണ്ട് ഫതലാ ഹാദിഹിൽ ആയ മർറതൻ വാഹിദ, ഈ പറയപ്പെടുന്ന ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറയുന്ന ആയത്ത് മർറതൻ വാഹിദ, ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ തലയിൽ വെച്ച് ഓതി കഴിഞ്ഞാൽ വലാ യമൂതു ഫീ ദാലിക സഫരിഹി, ആ യാത്രയിൽ അവൻ മരണപ്പെടുകയില്ലെന്ന് ഈ ആയത്തിന്റെ തഫ്സീർ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അത് കച്ചവടത്തിന് വേണ്ടിയാകട്ടെ, വീട്ടിൽ നിന്നുള്ള എന്ത് യാത്രയാകട്ടെ, ആ സമയത്ത് നാം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, വലത് കൈ മൂർദാവിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ മരണപ്പെടുകയില്ല. കാരണം വഫീ മദ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് വിശദീകരിക്കുന്നത് ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ആ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് അവനൊരു ആപത്തും സംഭവിക്കുകയില്ല എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ആയത്തിനെ വിശദീകരിച്ചു പറയുകയാണ്, മൻ ആവാ ഇലാ ഫിറാശിഹി ഫതലാ ആതൈനിൽ ആയതൈനി 11 മറ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വിരിപ്പിലേക്ക് പോകുമ്പോ 11 പ്രാവശ്യം ഈ ആയത്തിനെ ഓതിക്കഴിഞ്ഞാൽ എന്താണ് അവനിക്ക് ലഭിക്കുന്ന ഗുണം? 11 മറ, 11 പ്രാവശ്യം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അവന്റെ ഭാര്യയും അതുപോലെ അവനും ഭർത്താവും മക്കളും ആര് ചൊല്ലിയോ 11 പ്രാവശ്യം ചൊല്ലിയോ, ഫലാ യുസീബന്നഹുൽ മുസീബ ഹത്താ യുസ്ബിഹ, സുബ്ഹിയുടെ ബാങ്ക് കൊടുക്കുന്നത് വരേക്കും ഒരു ശർറും ഒരു ബുദ്ധിമുട്ടും ഒരു വസ്തുവിന്റെ ഇടങ്ങേറും അവനെ ഉപദ്രവിക്കുകയില്ലെന്ന് ഈ പരിശുദ്ധമായ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ആയത്തോതുമ്പോ തഹ്ഫളുൽ മലായിക, അവനിക്ക് വേണ്ടി മലക്കുകൾ കാവൽ ചോദിക്കുന്നു, അവനിക്ക് വേണ്ടി മലക്കുകൾ കാവൽ നിൽക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഈ ആയത്തിന്റെ സംക്ഷിപ്തം വഫീ മദ്ഹി റസൂലില്ലാഹ്, ആയത്തിൽ പറയുന്നത് മുഴുവൻ ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനമാണ്.
അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിരിപ്പിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്ത് 11 പ്രാവശ്യം ഈ ഖുർആനിക ആയത്തോതിയാൽ ഒരു വസ്തുവിന്റെ ബുദ്ധിമുട്ടും ഒരു ശൈത്വാനിന്റെ ശർറും ഒരു മനുഷ്യന്റെ ഉപദ്രവവും അവന് കേൾക്കുകയില്ലെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. കാലഘട്ടം വളരെ മോശമാണ്. ഉറങ്ങാൻ കിടക്കുന്ന ഭർത്താവിനെ ഭാര്യ കുത്തിക്കൊല്ലുന്ന സംഭവം നാം പത്രമാധ്യമങ്ങളിൽ കാണുന്നതാണ്. സ്വന്തം അനിയനെ ജ്യേഷ്ഠൻ കുത്തിക്കൊല്ലുന്ന സംഭവങ്ങൾ ഇതെല്ലാം നാം ദിനേന പത്രമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ഇതെല്ലാം ഇതുപോലുള്ള ആയത്തുകളിലെല്ലാം ഒരുപാട് സിർറ് അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രകീർത്തനങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒട്ടനവധി സൂറത്തുകളുണ്ട്. പരിശുദ്ധമായ സൂറത്തിലൂടെ അള്ളാഹു തആല റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ചത് പറയാൻ സമയം നമുക്ക് തീരുകയില്ല. അത്രയധികം അള്ളാഹുവിന്റെ മദ്ഹുകളെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടല്ലോ, കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർ പല തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം ഈ ആയത്ത് കൊണ്ടൊരു നുറുക്ക് വിദ്യ, ഈ ആയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ അവർക്ക് വലിയൊരു വിജയം ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട്, അതായത് ജുമാ ദിവസത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് അസറിന് മുമ്പ് 99 പ്രാവശ്യം ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ വേറെ ആരോടും സംസാരത്തിനൊന്നും പോകരുത്. സംസാരിക്കാതെ ആ 99 പ്രാവശ്യം പരിശുദ്ധമായ ഈമാനോടുകൂടെ ഈ ആയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ വരുന്ന ജുമഅ വരേക്കും അടുത്ത ജുമഅ വരേക്കും അവൻ പാപ്പരാവുകയില്ല. ഈ ജുമഅക്ക് അവൻ ഒരു ബിസിനസ് ആരംഭിച്ചാൽ, ഒരു തൊഴിലിൽ കയറാൻ ആരംഭിച്ചാൽ, ഒരു കച്ചവടം ചെയ്യാൻ ആരംഭിച്ചാൽ അസ്റാകുന്നതിന് മുമ്പ് 99 പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന ഈ ആയത്ത്, പരിശുദ്ധമായ ആയത്തിനെ പാരായണം ചെയ്താൽ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. ഫലാ യുഖ്ലിസു ഇലാ ജുമഅത്തിൽ ആതിയാ, വരാൻ പോകുന്ന ജുമഅ വരേക്കും അവനെ റബ്ബൊരിക്കലും കൈവിടില്ല. അവൻ പാപ്പരാവുകയില്ല, അവന്റെ ബിസിനസ് പൊളിഞ്ഞു പോവുകയില്ല, അവന്റെ കച്ചവടം പൊളിഞ്ഞു പോവുകയില്ല. കാരണം ഈ ആയത്തിൽ പറയുന്നത് ലോകത്തിന്റെ നേതാവിന്റെ മദ്ഹാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലോകത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇത്ര മനോഹരമായി പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യനോ ഒരു മൗലിദ് കിതാബോ ഒരു മാലയോ അല്ലെങ്കിൽ ഒരു സ്വഹാബിയോ അല്ല. അത് അല്ലാഹുവിന്റെ ഹബീബിനെ സൃഷ്ടിച്ച, നമ്മെല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു തന്നെ ഇത്രയധികം മദ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മൗലൂദ് ചൊല്ലാൻ ഇത്ര പേടിക്കണം? എന്തിന് അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ ഇത്ര പേടിക്കണം? എന്തിനതിന് ബിദ്അത്ത് കുത്തിക്കയറ്റണം? എന്തിനത് തെറ്റാണെന്ന് വാദിക്കണം? ഈ ലോകം പടച്ച് പരിപാലിച്ച് പോറ്റുന്ന എന്നെയും നിങ്ങളെയും പരിപാലിച്ച് വിട്ട അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച റബ്ബ് തന്നെ ഇത്രയധികം മനോഹരമായി അള്ളാഹുവിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ പ്രശംസിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സല്ലൂ അലൻ നബി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലായികത്തുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുന്നു, സലാം ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചൊല്ല് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം വന്നിട്ട് നിങ്ങളൊന്ന്
ആത്മവിചിന്തനം നടത്തണം. എത്ര മൗലിദുകളിൽ ഞാൻ പങ്കെടുത്തു, എത്ര മൗലിദിന്റെ സദസ്സിൽ ഞാൻ പോയി, അതിലേക്ക് ഞാൻ ചീരണി വാങ്ങിക്കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ എന്റെ മനസ്സൊന്ന് സന്തോഷിച്ചോ, എന്റെ മനസ്സിന് വല്ലാത്ത ആഹ്ലാദം വന്നോ. വന്നില്ലെങ്കിൽ എന്റെ ജീവിതം പാഴാണ്, വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം വിജയിച്ചു. കാരണം എന്താണ്? അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞില്ലേ, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ഈ ലോകത്ത് കണ്ടു കാണുന്ന മുഴുവൻ വസ്തുക്കളെയും ഈ ലോകത്തെയും സൃഷ്ടിക്കാൻ കാരണക്കാരൻ നൂറുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. നൂറുൻ അലാ നൂർ. പരകോടി വിശ്വാസികളുടെ മനസ്സിൽ വിരാജിക്കുന്ന പൂവ് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശത്തെ സൃഷ്ടിക്കാൻ കാരണമായതുകൊണ്ടാണ് ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിചരാചരങ്ങളെയും സകല വസ്തുക്കളെയും ഞാൻ പടച്ചിരുന്ന് ഖുദ്സിയായ ഹദീസിലൂടെ പറയുമ്പോ റബീഉൽ അവ്വൽ വരുമ്പോ ഒന്ന് സന്തോഷിക്കണേ, ഒന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ മൗലിദ് ചൊല്ലണേ, ഒന്ന് ആത്മാർത്ഥമായി അതിലേക്ക് ചീരണി നൽകണേ. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും, നിങ്ങളുടെ സകല പ്രയാസങ്ങൾക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾക്കും അത് കാരണമാണ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹ്ലനാ ഇൻവാഅയാ സയ്യിദി ഖൈറൻ നബി ചൊല്ലി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ വൽ ഹബീബിൽ അറബി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്ര മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു ഈ ലോകത്തേക്ക് അല്ലാഹുവിന്റെ മദ്ഹ് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോ നമുക്ക് നല്ല രൂപത്തിൽ ഒന്ന് ഉഷാറായി അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് പാടണം. നാളെ നാം എല്ലാവരും മഹ്ശറയിൽ നിൽക്കുമ്പോ, എല്ലാ നബിമാരും കൈയൊഴിയുമ്പോ, നമ്മുടെ പാപാധിക്യത്താൽ മുട്ടുവരെ വിയർത്ത് നിൽക്കുന്നു, പൊക്കിള് വരെ വിയർത്ത് നിൽക്കുന്നു, തലമുട്ട് വരെ വിയർത്ത് നിൽക്കുന്നു. വല്ലാത്ത വിയർപ്പിൽ നിൽക്കുന്ന സമയത്ത് മുഴുവൻ നബിമാരും കൈവിട്ട് കളയുമ്പോ എല്ലാവരും പറയുന്നു അശ്ശഫാഅത്തുൽ ഉദ്മാ. വണ്ണമായ ശഫാഅത്ത്, വലിയ ശഫാഅത്ത്